ലോൺ ആപ്പിന്റെ തട്ടിപ്പിൽ ഇപ്പം ഈ അടുത്തൊരു പയ്യൻ മരിച്ചു, ഒരു ഡെന്റൽ വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട് ലോൺ ആപ്പിന്റെ. അതിലെന്താ സംഭവിച്ചത്? ആ കുട്ടിയുടെ ലോൺ എടുക്കുന്ന സമയത്ത് എല്ലാ കോണ്ടാക്ട്സും അവരെടുക്കും. നമ്മുടെ ഫോണിൽ നമ്മളൊരു ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ എല്ലാ കോണ്ടാക്ട്സും അവരെടുക്കും. അതിനുശേഷം ലോൺ അടക്കാൻ വൈകിയ സമയത്ത് കുട്ടിയുടെ പ്രിൻസിപ്പാളിന് ഒരു മെസ്സേജ് പോയി. എന്താ പോയത്? ഈ പറഞ്ഞ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി ലോൺ എടുക്കാൻ നേരത്ത് നിങ്ങളുടെ നമ്പറാണ് ഗ്യാരണ്ടി ആയിട്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടർ ആയിട്ട് കൊടുത്തിരുന്നത്. മനസ്സിലാവണ്ട? ഞാൻ ലോൺ എടുത്തു, എൻ്റെ കോണ്ടാക്റ്റിൽ താങ്കളുടെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു, താങ്കൾ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ഞാൻ ലോൺ അടവ് മുടങ്ങുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടി താങ്കൾക്ക് മെസ്സേജ് ചെയ്യും, താങ്കളെ വിളിച്ചിട്ട് പറയും ജിയാസ് ലോൺ എടുത്തിരുന്നു, ലോൺ എടുത്തപ്പോൾ ഗ്യാരണ്ടറായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ വെച്ചിരുന്ന ആൾക്കാർ താങ്കളാണ്, അതുകൊണ്ട് ജിയാസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് 100 കോൾ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് 200 കോൾ വരും. അപ്പോൾ അത്രയും പ്രഷർ വരുമ്പോൾ എന്നെ വിളിക്കും, നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കും. നീ ലോൺ എടുത്തെങ്കിൽ നീ അടക്ക്, എന്നെയാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യമാണ് ഈ കൊച്ചിൻ്റെ പ്രിൻസിപ്പാളിന് വന്നത്. വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ലോൺ ആപ്പിൻ്റെ പേരിൽ പ്രിൻസിപ്പാളിന് മെസ്സേജ് പോയപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ചു വരുത്തി ശകാരിച്ചു. കൂടാതെ അവിടെ വേറെ ജാതി വിഷയമായിട്ട് ബന്ധപ്പെട്ട അത് പോലീസ് അന്വേഷണത്തിലാണ്. പക്ഷേ ഈ ലോൺ ആപ്പിൻ്റെ ചതിക്കുഴി പലപ്പോഴും നമ്മളൊന്നും മനസ്സിലാക്കണില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മിനിമം പത്രത്തിലൂടെ എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് കോഴ്സ് പഠിച്ചിട്ടും കാര്യമുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ ഈ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതേവരെ നമ്മൾ കേട്ടിട്ടൊന്നുമില്ല, കാശുണ്ടെങ്കിൽ ആർക്കും കോഴ്സ് ജോയിൻ ചെയ്യാലോ, പിന്നെ ഇയാൾ എന്താണ് ഈ പറയണതെന്ന് ചിലപ്പോൾ വിചാരിക്കണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ അടുത്തൊരു പ്രശ്നം പറഞ്ഞിട്ട് വരുന്ന ഒരാൾ, ആ പ്രശ്നം പറഞ്ഞ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോലീസിലോ മറ്റേതെങ്കിലും ഏജൻസിയിലോ പോയിട്ട് ഒരു തരത്തിലും സഹായം കിട്ടാത്ത ആളുകളായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഈ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം? ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പകരം അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ പഠിച്ച കോഴ്സിൽ അതൊന്നുമില്ല, ഞങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ആളുകളെ സഹായിക്കാനൊന്നല്ല പഠിക്കുന്നത്, ഞങ്ങൾ വേറെ കമ്പനിയുടെ ബേസ് ആയിട്ടുള്ള സാധനങ്ങളാണ് പഠിച്ചത്, അല്ലെങ്കിൽ അക്കൗണ്ട് ഹാക്കായി പോയി കഴിഞ്ഞാൽ റിക്കവർ ആക്കാനല്ല ഞങ്ങൾ പഠിക്കുന്നത്, വേറെ കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ പറഞ്ഞ് അവരെ മടക്കി വിടരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളെ പറ്റിയിട്ട് നമ്മൾക്ക് ഒരു ബോധവൽക്കരണം, ഒരു അവബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇതാണ് സൈബർ സെക്യൂരിറ്റിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്.